നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 332 332. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 2-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകം. ശിവൻ്റെ നട തുറന്നു. അപ്പോൾ 29-ാമത്തെ ശ്ലോകം. നഷ്ടശൗചാമൂഢധിയോ ജഡാഭസ്മാസ്ഥിധാരണ വിശന്ധു ശിവദീക്ഷായാം യത്ര ദൈവം സുരാസവം. എന്താ എനിക്കുള്ള സന്തോഷം? ഇന്നത്തെ ഭാഗവതത്തിലത്തെ ആദ്യത്തെ ശ്ലോകം ചെല്ലുന്നതിന് മുമ്പ് നട തുറന്നു മണിയടിച്ചു. ഞാനിവിടെ ഇരുന്ന് കേട്ടു. അവിടെ എന്താ? ജഡാഭസ്മ അസ്ഥിധാരിണ. ഭസ്മം, സർവാംഗം ഭസ്മം പൂശി ജടയോടും അസ്ഥിമാലകളോടും കൂടി ഇരിക്കുന്നത് ആരാ? സാക്ഷാൽ പരമശിവൻ. ആ പരമശിവൻ്റെ നട തുറന്ന മണിയൊക്കെ നമ്മൾ കേൾക്കണത് ശ്രദ്ധിക്കണം. ആ ശ്ലോകം വരണം ആ സമയത്ത് വിചാരിച്ചാൽ. ഇന്നലെ ഏതോ 2 എപ്പിസോഡുകളിൽ ഒരേ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ അത് റീകൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഈ ഗ്രന്ഥം ഞാൻ താഴത്തേക്ക് കൊണ്ടുപോയി. അതായത് ശ്രീകൃഷ്ണ കഥാമൃതം പറഞ്ഞു ഇതെടുക്കുമ്പോൾ ഈ പുസ്തകമില്ല, അത് താഴ്ത്താം. ഞാൻ അതെടുത്ത് കൊണ്ടുവരുന്ന സമയം, ഇവിടെ വെച്ച് തുറന്ന് വായിക്കേണ്ട സമയം, മണിയടിക്കേണ്ട സമയം ഭഗവാനാണ് നിയന്ത്രിച്ചത്. എല്ലാ നമ്മളെപ്പോൾ ഊണ് കഴിക്കണം, എപ്പോൾ വെള്ളം കുടിക്കണം, എപ്പോൾ കിടക്കണം, ഇതൊക്കെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരുന്നിട്ടാണ് നിശ്ചയിക്കണതേ. ആ ഒരു അനുഭൂതി ഒരു എക്സ്ട്രാ ഓർഡിനറി ആവുക കാരണമാണ് ഞാൻ ഈ ഭക്തിപ്രസ്ഥാനത്തിൽ മുങ്ങിത്താഴുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ നമുക്ക് വാക്കാർത്ഥം നോക്കാം. നശിച്ചിരിക്കുന്ന ശൗചത്തോടു കൂടി വരും. അവിടെ എന്താ? ശൗചം എന്ന് പറഞ്ഞാൽ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഇല്ലാതെ കണ്ടാവുക. അതാണ് നശിച്ചിരിക്കുന്ന. ഇപ്പോഴും സത്യാവസ്ഥ അതാ. നമ്മുടെ ഈ വേദാന്ത പ്രകരണങ്ങൾക്ക് എത്ര ആൾക്കാരറിഞ്ഞാലും പോരാ എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. അപ്പോൾ ഞാൻ നാരായണ ഗുരുവിൻ്റെ ഒരു എന്താണെന്ന് പറയുക, ഒരു ഗ്രൂപ്പ്, ഒരുപാട് ആൾക്കാരുണ്ട്, ആയിരക്കണക്കിന്. ഞാനതിൽ ആദ്യത്തെ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. അത് അറ്റ്ലീസ്റ്റ് ഒരു 10-30 ആൾ കണ്ടു. 2-ാമത്തെ ദിവസം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നേ വരെ അതൊരാൾ ക്ലിക്ക് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഞാൻ നാരായണ ഗുരുവിൻ്റെ ആൾക്കാരെ മാത്രം കുറ്റം പറയില്ല. കാരണം എന്താ? ഈ ലോകഗുരു എന്നുള്ള അവസ്ഥയിൽ വന്നവരൊക്കെ ലോകത്തിലുള്ള എല്ലാ ഭക്തിമാർഗ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുടെയും ഗുരുവാണ്, അല്ലാണ്ട് ഒരു പ്രത്യേക ജാതിയുടെ അല്ല. അപ്പോൾ ഞാൻ പിന്നെ 3-ാമത്തെ ദിവസം മുതൽക്ക് അതിൽ പോസ്റ്ററിൽ നിർത്തി ഞാൻ. കാരണം എന്താ വിചാരിച്ചാൽ, നമ്മളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരായ പിന്നെ നമ്മളെന്താ ചെയ്യുക? വെറുതെ നമ്മൾ ഈ ഫോട്ടോ ഇന്ന് തിങ്കളാഴ്ച ശിവൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, 11 പേർക്ക് അയക്കൂ, അതല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞത് നമ്മൾ ഭക്തനാണെങ്കിൽ ഈശ്വരൻ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞ് ജീവിക്കുന്നവരാ ഭക്തൻ. അല്ലാണ്ട് എവിടെയോ ഏതോ ഒരു ക്ഷേത്രത്തിൽ ശ്രീലകത്ത് പൂട്ടിവെച്ച വിഗ്രഹമല്ല ഈശ്വരൻ. അതിൽ ജീവനുള്ളവരുടെ പ്രത്യാശ നിലനിർത്തുന്ന പ്രതിബിംബമാണ്. ബിംബങ്ങളൊക്കെ നമ്മുടെ പ്രതിബിംബങ്ങളാണ്, ആത്മാവിൻ്റെ പ്രതിബിംബങ്ങളാണ്. ഇതൊന്നും അറിയാത്തവരോട് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ നല്ലത്. മനസ്സിലായില്ലേ?
അപ്പോൾ ഇവിടെ എന്താ, നശിച്ചിരിക്കുന്ന ശൗചത്തോടു കൂടിയവരും തിരിച്ചറിയുവാൻ ശക്തിയില്ലാത്ത ബുദ്ധിയോടു കൂടിയവരും. ഏതാ നല്ലത്, ഏതാ ശരി അറിയാത്തവരെ. പിന്നെയോ ജഡകളെയും ഭസ്മത്തെയും അസ്ഥികളെയും ധരിക്കുന്നവരുമായിട്ട് ശിവദീക്ഷ എന്ന വ്രതത്തിൽ പ്രവേശിക്കട്ടെ. യാതൊന്നിൽ സുരയും ആസവവും ശ്രേഷ്ഠമാകുന്നു. സുര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭം ഭം ഭോലോ കഞ്ചാവ് വലിക്കും ഇല്ലേ, ചില്ലറ സിദ്ധികളൊക്കെ കാണിക്കും. ആസവും ശ്രേഷ്ഠമാകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ശാപാണത്. എന്താ, ശിവൻ എന്നുള്ള വാക്കിന് അർത്ഥം അറിയാതെ കണ്ട് ശിവനെ ആരാധിക്കണം. അത് അങ്ങനെ പറയണം. എന്തുകൊണ്ടാണ് വാരാണസിയിൽ പോയാൽ മോക്ഷം കിട്ടുമെന്ന് പറയാൻ കാരണം, വാരാണസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു വിജ്ഞാനി ഇൻ്റർപ്രറ്റ് ചെയ്യണ്ടായി. എനിക്ക് വളരെ തോന്നി, ആജ്ഞാചക്രത്തിൻ്റെ മേലെ ഇരു കണ്ണുകളും ഈ നമ്മുടെ ഈ നെറ്റിത്തടത്തിലുള്ള കണ്ണിൻ്റെ പിരുകങ്ങൾ ശരിക്കും ഒരു അസ്ത്രം പോലെയാണ്. അസി എന്ന് പറഞ്ഞാൽ വാളാണ്, പക്ഷേ ആയുധം എന്നാണ് വേറൊരർത്ഥം. അപ്പോൾ ഈ കൺപിരുകങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണിനെ രണ്ടറ്റത്തിലേക്ക് ആക്കാതെ കണ്ട് കണ്ണിനെ നാസാഗ്രത്തിൽ നിർത്തിയിട്ട് ആര് ജീവൻ പോണു അവരെ പുനരഭിചരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കണമെന്നാണ്. അല്ലാണ്ട് കാശി പോയിട്ട് എങ്ങനെയെങ്കിലും തലകുത്തിയും പറഞ്ഞ് മരിച്ചാൽ സ്വർഗത്ത് പോകുമെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ മോക്ഷം കിട്ടിയെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അയോധ്യയിലെ രാമൻ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലം അത് ഈ ഭൂമിയിൽ എവിടെയുള്ളൂ, മനസ്സിൽ. അവിടേക്ക് ഈ പാറ്റൻ ടാങ്കും അണുബോംബൊന്നും എത്തില്ല. അപ്പോൾ അവിടുത്തെ രാമൻ എന്ന് പറഞ്ഞാൽ തൻ്റെ എക്സിസ്റ്റൻസ് ആയിരിക്കുന്ന സ്പിരിച്വാലിറ്റിയിൽ ആത്മാരാമത്വത്തോടു കൂടി ഇരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയും. അതെല്ലാവർക്കും ഇഷ്ടാവില്ല, ആയിക്കോട്ടെ. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ശിവവ്രതം എന്ന് പറഞ്ഞത് വേദവിരുദ്ധമായിരിക്കുന്ന ഒരു വിധം ആരാധനാക്രമമാണെന്ന് കാണിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ, അതായത് പേജ് എത്ര ഇപ്പോൾ ഇതിൽ 43, അതിവിടെ മാർക്ക് ചെയ്യട്ടെ. 43 വിരോധാഭാസം എന്നാണ്. വിരോധാഭാസം നന്നാവില്ല എന്നർത്ഥം. ഇപ്പം ഞാൻ ബോംബെയിലിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇവിടെ നാസിക്കിൽ പഞ്ചവടിക്ക് അടുത്ത് ത്രയംബകേശ്വരത്തിൽ പോകുന്നുണ്ടായി. അപ്പോൾ മൂത്രശങ്ക തീർക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ പുറംമതിലിൻ്റെ പുറത്ത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഒരാൾ മേലെ ആസകലം ഭസ്മം ധരിച്ച് നഗ്നനായിട്ട് തന്നെ തൃശ്ശൂലും ജടയും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്, ഭിക്ഷ വാങ്ങുകയാണ് അദ്ദേഹം. ആ ശിവവ്രതം ആണിപ്പോൾ ഇവിടെ പറഞ്ഞത്. ശിവവ്രതമാണ്, പക്ഷെ അത് വേഷം കെട്ടിയിട്ട് ശിവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാണ്ട് ഭം പോലോ ചെറസോ അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ഇങ്ങനെ വലിച്ച്, അതല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ശിവവ്രതം എന്ന് പറഞ്ഞത് വേദവിരുദ്ധമായിരിക്കുന്ന ഒരുവിധം ആരാധനാക്രമം. അതാണ് ഈ നാഗാസ്. ഈ 144 കൊല്ലം കൂടുമ്പോൾ ഇപ്പോൾ ഒരു മഹാ കുംഭമേള നടക്കുന്നുണ്ടായി, അല്ലെങ്കിൽ 12 വർഷം കൂടുമ്പോൾ കുംഭമേള വരാറുണ്ട്, 6 കൊല്ലം കൂടുമ്പോൾ അർദ്ധ കുംഭമേള വരാറുണ്ട്. അപ്പോൾ ഒക്കെ ആൾക്കാർ ഈ നാഗ സന്യാസികൾ കുളിക്കണത് കാണാനാണ് TV ഓൺ ചെയ്ത് നിൽക്കുക. എന്താ അപ്പോൾ അതിൽ രസം ചോദിച്ചാൽ എനിക്കറിയില്ല. അതേമാതിരി ജെയിൻ മുനികൾ നാണം മറയ്ക്കാതെ കണ്ടാണ് നടക്കുക. അപ്പോൾ സ്ത്രീകൾ, അമ്മമാർ, റെസ്പെക്റ്റീവ് ഓഫ് ദി ഏജ് ഡിഫറൻസ് എല്ലാവരും കാല് കഴുകുക അവരുടെ. അപ്പം അവരുടെ മനസ്സിലെ ഒരു സെക്ഷുവാലിറ്റി വരില്ല, ഡിവൈൻ ആസ്പെക്റ്റാണത്. പക്ഷേ അത്രയും മാനസികമായി വിജയിക്കാത്തവർക്ക് അതിൽ ഇയാൾ വസ്ത്രം ധരിക്കാത്തതിൽ അപകടം കാണും. അതാണ് മായ.
അപ്പം ഈ പറഞ്ഞ ശിവവ്രതം പോലെയാണത്. അപ്പോൾ ശിവവ്രതം എന്ന് പറഞ്ഞത് വേദവിരുദ്ധമായിരിക്കുന്ന, അറിവിന് വിരുദ്ധം, അവർക്ക് അറിവില്ല അതന്നെ, വേദവിരുദ്ധമായിരിക്കുന്ന ഒരുവിധം ആരാധനാക്രമമാണെന്ന് കാണിക്കുന്നു. ശുദ്ധിയില്ലാത്തവരും ന്യായ അന്യായത്തെ വേർതിരിച്ചറിവാനുള്ള ബുദ്ധിശക്തി ഇല്ലാത്തവരും, അങ്ങനെയാണ്. ഈ ശിവത്വം ഭഗവാൻ മംഗളസ്വരൂപനാണ് എന്നറിയാതെ കണ്ട് ഇല്ലേ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവരുടെ ഒരു ലീഡറുണ്ടാവും, ഈ തലയിലൊക്കെ ആർട്ടിഫിഷ്യൽ മുകടൊക്കെ വെച്ച് ഒരു നോസ് ഉണ്ടാവും, എന്നിട്ട് ഈ സിഗരറ്റ് ലൈറ്റർ മാതിരിയുള്ള ഗ്യാസ് ഉപയോഗിച്ചിട്ട് അവർ വിചാരിക്കുമ്പോൾ അത് കൂടെ തീ കത്തും. ആൾക്കാർ വിചാരിക്കും അദ്ദേഹത്തിന് എന്താണെന്നാ പറയുക, സിദ്ധി ഉണ്ടെന്ന്. ഒരു സിദ്ധിയില്ല. മേലാസകലം വസ്ത്രത്തിലും തലയിലും ഭസ്മം ഇട്ടിട്ട് വന്നിട്ട് പെട്ടെന്ന് തലയിട്ട് അഴിച്ചാൽ ആകപ്പാടെ ഒരു ഭസ്മം അന്തരീക്ഷത്തിൽ. അത് കൺകെട്ട് ഒന്നുമല്ല, അത് ബുദ്ധിയില്ലാത്തവരെ അതിലൊക്കെ വീഴുള്ളൂ. കാല് തൊട്ട് തലയിൽ വയ്ക്കും, അവർ ജപിച്ച് ഭസ്മം കൊടുക്കും, അല്ലെങ്കിൽ രുദ്രാക്ഷം കൊടുക്കും, ഇവരതൊരു അമൂല്യ നിധിയായിട്ട് വയ്ക്കും. അതൊന്നും അല്ല. അതിനാണ് ശിവപുരാണം വായിക്കണം, അല്ലെങ്കിൽ ഭാഗവതം അർത്ഥം അറിഞ്ഞ് പഠിക്കണം. അപ്പം എന്താ, ഈ അസ്ഥി എന്നിവയെ ധരിക്കുന്നവരുമായിട്ട് ശിവദീക്ഷ എന്ന് പറയപ്പെടുന്ന, ശിവദീക്ഷ എന്ന് പറയപ്പെടുന്ന വ്രതത്തെ അനുസരിക്കുന്നവരായി ഭവിക്കട്ടെ. അതിൽ ഗൗഡി, പൈഷ്ടി, മാധി എന്ന് പറയപ്പെടുന്ന സുരയും തെങ്ങ്, പന എന്നിവയിൽ നിന്നെടുക്കുന്ന ആസവവും പ്രധാന നിവേദ്യമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. തെങ്ങുകളിലും പിന്നെ പനങ്ങളിലും ഒക്കെ സേവിക്കാം, അങ്ങനെ ആണ് പറയണത്. 30ാമത്തെ ശ്ലോകം നോക്കൂ. ബ്രഹ്മ ച ബ്രാഹ്മണാം ശൈവ യദ്യൂയം പരിനിന്ദത സേതും വിധാരണം പുംസാം അത പാഖണ്ഡമാശ്രിത. പാഖണ്ഡമതത്തെ ആശ്രയിച്ചു. ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ശിവ ഒരു കാര്യം ചെയ്യൂ. എന്താ സ്വാമി? പാഖണ്ഡമതത്തിൻ്റെ ആളായിട്ട് താൻ നിൽക്കടോ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ അങ്ങനെ പോവും. അപ്പോൾ എനിക്ക് ക്ഷീണം തെറ്റാണ്ട് എനിക്ക് ലോകപരിപാലനം ചെയ്യാം എന്നുള്ള ഒരു ദ്വിതീയാർത്ഥം ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് യാതൊന്നു ഹേതുവായിട്ട് നിങ്ങൾ പുമാന്മാരുടെ നിലനിൽപ്പിന് അതിർത്തിയായിരിക്കുന്ന വേദത്തെയും ബ്രാഹ്മണരെയും ഏറ്റവും നിന്ദിച്ചുവോ? എപ്പോൾ സതി ദേവി സ്വന്തം ശരീരം അഗ്നിക്ക് ഇരയാക്കിണ്ടായി, യോഗാഗ്നിയിൽ ദക്ഷയാഗം. അതുകൊണ്ട് അവിടെയാണ് അന്ന് മുതലാണ് ഈ പാഖണ്ഡമതം വന്നിട്ടുള്ളത്. ഹേതുവായിട്ട് പാഖണ്ഡത്തെ ആശ്രയിച്ചവരാകുന്നു. ഇത് മനസ്സിലാക്കണം, എന്നിട്ട് വേണം ശിവാലയത്തിൽ പോകാൻ. അപ്പോൾ നമ്മൾ അതേപോലെ ആശ്രയിക്കരുത്. എനിക്ക് മത്സ്യമാംസം കഴിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കരുത്. ഭഗവാനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? മനുഷ്യർക്ക് വർണ്ണാശ്രമ ഉചിത വ്യാപാരങ്ങളെ ചാതുർവർണ്ണത്തിലും അല്ലേ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, ഇതിലൊന്നും താല്പര്യമില്ലാണ്ട് ശിവവ്രതം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ തോന്നിയ കൂട്ടത്തിൽ നടക്കാം. അതല്ല. അപ്പം മനുഷ്യർക്ക് വർണ്ണാശ്രമോചിത വ്യാപാരങ്ങളെ ഉപദേശിച്ച് സന്മാർഗത്തെ നിലനിർത്തുവാൻ ഉപകരിക്കുന്ന വേദമാർഗത്തെയും, അപ്പോൾ വേദമാർഗം അറിയണം. ഇപ്പോൾ എന്നോട് എൻ്റെ സ്വന്തക്കാരനെ പലരും യുദ്ധം ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞതൊന്നും അവർക്ക് ഇഷ്ടാവണില്ല. കാരണം എന്താ? വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ടില്ല അവർ. എനിക്ക് അവരോട് സഹതാപേ ഉള്ളൂ. അവജ്ഞയില്ല. എന്തിനാ അവജ്ഞ? ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, ധർമ്മവും അധർമ്മവും വ്യക്തികളാണല്ലോ ചെയ്യണത്. പക്ഷേ വ്യക്തികളിൽ ആരുണ്ട്? ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിനെ ബഹുമാനിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയണു, ബ്രാഹ്മണരെയും ഏറ്റവും നിന്ദിച്ച നിങ്ങൾ പാഖണ്ഡത്തെ ആയിരിക്കുന്നു. അതായത് നിങ്ങളുടെ ജനറേഷൻ ഇനി അങ്ങനെ അറിയപ്പെടുള്ളൂ. ഇനി 31ാമത്തെ ശ്ലോകം നോക്കാം. യേഷ ഏവ ഹി ലോകാനാം ശിവപന്ഥാ സനാതന യം പൂർവേ ച അനുസന്തസ്തുര്യൽ പ്രമാണം ജനാർദ്ദന. അതാ
ജനാർദ്ദനൻ പറഞ്ഞിട്ടാണ് ഈ ഭാഗവതം ഉണ്ടാക്കിയത്. ഞാനിതൊക്കെ വായിച്ച് മനസ്സിലാക്കി. പക്ഷേ എനിക്ക് ഈ സംസ്കൃത ശ്ലോകങ്ങൾ സംസ്കൃത ശ്ലോകങ്ങളല്ല ഒന്നും എനിക്ക് ബൈഹാർട്ട് അറിയില്ല. ഈ പറയണതൊക്കെ ഞാൻ പുസ്തകം നോക്കിയിട്ട്, പക്ഷേ പുസ്തകം നോക്കിയിട്ട് പുതുതായിട്ട് ആർക്കൊന്നും പറയാനും പറ്റില്ല. അതുകൊണ്ട് പുസ്തകം നോക്കി അതല്ല, ശ്ലോകങ്ങൾ ഉച്ചരിക്കണമെങ്കിൽ ഞാൻ പുസ്തകം നോക്കണം, എനിക്ക് പുസ്തകം നോക്കാനോ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, ഇതുതന്നെ ലോകങ്ങളുടെ കല്യാണകരമായും പുരാതനവുമായുള്ള മാർഗം യാതൊന്നിനെ പണ്ടുള്ളവരും അനുസരിച്ചിരുന്നു. യാതൊന്നിൻ്റെ ഉപദേഷ്ടാവ് മായാബാധയെ നശിപ്പിക്കുന്ന ദേവനാകുന്നു. മായാബാധയെ നശിപ്പിക്കുന്നവനാണ് ആര്? ജനാർദ്ദനൻ. ജനാർദ്ദനൻ എന്നുള്ളതാണ് വേറൊരു വാക്കാർത്ഥം പറയണത്. ഏകാക്ഷര നിഘണ്ടുവില് ജനങ്ങളെ മർദ്ദിക്കുന്നവനാണ്. എന്തിനാണ് ഭഗവാൻ മർദ്ദിക്കുന്നത്? അത് ഭഗവാന്റെ ചതുർഭുജത്തെ നോക്കി കണ്ടാൽ മനസ്സിലാവും. ശംഖചക്ര ഗദാ പത്മധാരി എന്നാ പറയാ. അപ്പോൾ ശംഖ് വിളിക്കണത് ഫിസിലടിക്കണ കൂട്ടത്തിലാണ്. അറ്റൻഷൻ, വിശ്രാം എന്ന് പറയണില്ലേ PT ഫിസിക്കൽ ട്രെയിനിങ്ങിൽ, അതാണ് ശംഖധ്വനി. മന്ത്ര ഓങ്കാരാണത്. അത് കേട്ടിട്ടെങ്കിൽ അലർട്ടാവണം. അത് കേട്ട് അലർട്ടായിട്ടില്ലാത്തവർക്കുള്ളതാണ് കൗമുദകി കഷായം. കൗമുദകി എന്നറിയപ്പെടുന്ന പിന്നെന്താണെന്ന് പറയുക, ഭഗവാന്റെ ഗത കൊണ്ടുള്ള പ്രഹരം കിട്ടും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ലോകര് സജ്ജനങ്ങളെ ഉപദ്രവിച്ചാൽ ഒരു നീതിയുണ്ട്. നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മായാബാധയെ നശിപ്പിക്കുന്ന ദേവൻ. അപ്പോൾ ജനാർദ്ദനൻ എന്നുള്ള വാക്കിൻ്റെ മാഹാത്മ്യം മനസ്സിലായവരേനെ എന്തു ബാധിക്കില്ല? മായ ബാധിക്കില്ല. ഈ മായ ബാധിച്ചവരാണ് ഗുരുവായൂരിൽ ക്യൂ നിൽക്കുന്നത്. കുറേ ആൾക്കാർ ക്യൂ നിൽക്കും, ധാരാളം കാശ് ചിലവാക്കും, AC റൂമിൽ പോയി കിടക്കും. ഇതൊക്കെ മായാബാധയിൽ മുങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അവിടെയാണ് പ്രശ്നം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. യാതൊരു വേദമാർഗത്തെ നിങ്ങൾ ദുഷിച്ചുവോ, ഈ ദേവമാർഗം തന്നെയാകുന്നു ലോകക്ഷേമകരവും സനാതനവുമായ മംഗളമാർഗം. പക്ഷേ വേദങ്ങളെ വിറ്റ് തിന്നെയാണ് ഇപ്പോഴത്തെ സോമയാഗം ചെയ്യണത്. കുറേ ആൾക്കാർ വരും, അന്ന് പ്രസാദം ഒരു നിശ്ചിത എമൗണ്ടിനാണ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ടല്ല. അപ്പോൾ അങ്ങനെ യാഗം നടത്തി കഴിഞ്ഞാൽ പിന്നെ സോമയാജിപ്പാട് എന്നുള്ള പേര് പോയി. അപ്പോൾ അവരതിനെ നാടൻ മുറിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നാടൻ മുറിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കും, ഒരു ഹെഫ്റ്റി ദക്ഷിണയൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും പറയണു, അധികാരികളുടെ താരതമ്യം അനുസരിച്ച് സകാമ നിഷ്കാമ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർക്കെല്ലാം സകാമന്മാര് നിഷ്കാമന്മാര്, ഒന്നും ആഗ്രഹിക്കാതെ കണ്ട് എൻ്റെ കടമയാണ് കടപ്പാടാണ് എന്ന് പറഞ്ഞ് ഈശ്വരോപാസന ചെയ്യുന്നവരും പ്രത്യേക കാര്യങ്ങൾ നടക്കണമെന്ന് മനസ്സിൽ സങ്കല്പിച്ച് സകാമന്മാരുമായിട്ടുള്ളവരുണ്ട്. അതിൽ ആരാ ശ്രേഷ്ഠന്മാരെന്ന് ചോദിച്ചാൽ നിഷ്കാമകർമ്മം ചെയ്യുന്നവരാണ്. കാരണം അവർക്ക് ദുഃഖമില്ല, മറ്റുള്ളവർക്ക് ദുഃഖമുണ്ട്. എന്താ? എല്ലാം ഭഗവാൻ സ്വീകരിക്കില്ല. കാരണം അനുഭവങ്ങളൊക്കെ ബേസ്ഡ് ഓൺ കർമാസ്. ആ കർമ്മം മറ്റുള്ളവർക്ക് ഉപകാരമായാൽ അത് നമുക്ക് പുണ്യമായിട്ട് വരണം. അല്ല, മറ്റുള്ളവർക്ക് ദോഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിലോ അതൊക്കെ പാപമായിട്ട് വരും. അപ്പോൾ പാപമായിരിക്കും ജാസ്തി ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ വേദാന്തപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇഷ്ടം വരാണ്ട് പോസ്റ്റ് നോക്കാണ്ടിരിക്കണത് അല്ലേ? അല്ലെങ്കിൽ 35 മിനിറ്റ് 37 മിനിറ്റ് പറഞ്ഞത് ആവറേജ് 3 മിനിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ എത്രത്തോളം ഉത്തരവാദിത്വം ഇല്ലാതെ കണ്ടാണിത് നോക്കണത്. ഇനി ഇതിൻ്റെ വേറൊരു തമാശ പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യവിരോധാവും. ഈ മൂലം ഭാഗവതം തുടങ്ങിയത് അതിന് ഒരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് എന്നെ പ്രേരിപ്പിച്ചത്. അതൊക്കെ തല്ലിപ്പിരിഞ്ഞു പോയി. പക്ഷേ അവർ തല്ലിപ്പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഞാനിത് നിർത്തില്ല. കാരണം ഞാനിത് തുടങ്ങുന്നത് ഈശ്വരനിശ്ചയം കൊണ്ടാണല്ലോ. ആ ഈശ്വരനിശ്ചയം ഞാൻ ശ്രീകൃഷ്ണ കഥാമൃതം കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 എപ്പിസോഡ് സാധിക്കുന്ന കൂട്ടത്തിൽ ആരോഗ്യം സമ്മതിക്കുന്ന പോലെ. എന്നാൽ 2 എപ്പിസോഡ് ഞാൻ എങ്ങനെയും പറയും. ഒരു 30 to 60 മിനിറ്റ്സ്
1 മണിക്കൂർ പറയും. മനസ്സിലായില്ലേ? അപ്പം അത് കാരണം എൻ്റെ ഉദ്ദേശം എന്തേ ഉള്ളൂ, വേദപ്രമാണങ്ങളെ സ്പ്രെഡ് ചെയ്യുക. അതാണ് എൻ്റെ പ്രിൻസിപ്പിള്. എ സ്റ്റേജ് ടു സ്പ്രെഡ് വേദാന്ത. അങ്ങനെ അപ്പോൾ പറഞ്ഞു, അധികാരികളുടെ താരതമ്യം അനുസരിച്ച് സകാമ നിഷ്കാമ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ക്രമത്തിൽ സ്വർഗാദി ലോകങ്ങളെയും ക്രമമുക്തിയെയും പ്രാപിക്കാം. സ്വർഗം കിട്ടുന്നത് ആർക്കാ? സകാമന്മാർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അടിപൊളി ജീവിതവും അവരുടെ. പക്ഷെ നിഷ്കാമന്മാർക്കോ ക്രമമുക്തി, ധർമാർത്ഥ കാമ മോക്ഷം. കുറച്ച് സമയമെടുക്കും, എന്നാലോ പുനരവിജനനം ഉണ്ടാവില്ല, അവിടെ രക്ഷപ്പെടുവർ. ഈ മാർഗത്തെ ഉപദേശിച്ചിരിക്കുന്ന ആദിഗുരു സാക്ഷാൽ മായാധിനാഥനും മായകൾക്ക് നാഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയാണ്. ഭക്തന്മാരുടെ മായാബാധയെ തീർക്കുന്നവനുമായ ശ്രീ വാസുദേവനാകുന്നു. ഈ വാസുദേവൻ എന്ന് പറഞ്ഞാൽ വൺ ഹൂ എന്താണെന്ന് പറയുക, പിന്നെ വസിക്കുന്നവൻ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ് ശ്രീനിവാസൻ. അതന്നെ ആ ശ്രീ വാസുദേവൻ, വസിക്കുന്ന ദേവൻ. അല്ലാണ്ട് ക്ഷേത്രങ്ങളിൽ പോയി തിരഞ്ഞാൽ കിട്ടില്ല. അവരവരുടെ ഉള്ളിൽ ശരീരത്തിന് ചൂടും മനസ്സും ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നത് ഈ വാസുദേവ ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? അതാണല്ലോ അതിനെപ്പറ്റി അറിയുന്ന ആളായിരിക്കണം തന്ത്രി. അതാണ് അദ്ദേഹം ഈ പൂവും വെള്ളും പിന്നെ അക്ഷതയും ഒക്കെ പാടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആക്കിയിട്ട് പിന്നെ ഈ വലത് വിരലുകൊണ്ട് തള്ള വിരലുകൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ച്, അല്ലെങ്കിൽ ഇടത് ഇങ്ങനെ അടച്ചു പിടിച്ച വലത് വിരൽ എന്നാക്കിയ പ്രാണപ്രതിഷ്ഠയായി. എന്താവട്ടെ. ഇനി 32ാമത്തെ ശ്ലോകം. തദ് ബ്രഹ്മപരമം ശുദ്ധം സദാം വർമ്മ സനാതനം വിഗർഹ്യ യാതപാഖണ്ഡം ദൈവം വോ യത്ര ഭൂതരാട്. അത്യന്തം ഉത്കൃഷ്ടവും വഞ്ചനാദികളോടുകൂടാത്തതും സത്തുക്കളുടെ എന്നും നിലനിൽക്കുന്ന മാർഗവുമായ, സത്തുക്കൾക്ക് എന്നും നിലനിൽക്കുന്നത്, അതാണ് നിഷ്കാമം, സകാമല്ല. അപ്പോൾ എന്നും നിൽക്കുന്ന മാർഗവുമായ ആ വേദത്തെ നിന്ദിച്ചിട്ട്, അതായത് ഈ ദക്ഷന് ഫേവറായിട്ട് നിന്നവരൊക്കെ വേദങ്ങളെ നിശ്ചിതമായി വിമർശിക്കേണ്ടിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ പാകണ്ഡ മാർഗത്തെ പ്രാപിക്കുവിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ യാതൊരിടത്ത് ഈശ്വരൻ ഭൂതപതിയായ ഭൈരവൻ ആകുന്നുവോ, അപ്പോൾ ഈശ്വരൻ തന്നെയാണ് ഭൈരവൻ. പക്ഷേ ആ കഥാപാത്രത്തിന് മോക്ഷം കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥം. വേദത്താൽ നിശ്ചിതമായ ആ മാർഗം സർവ പ്രമാണങ്ങളിൽ വെച്ചും ഉത്കൃഷ്ടവും വഞ്ചനാദികളായ യാതൊരു ദോഷങ്ങളുടെയും പ്രസംഗം പോലുമില്ലാത്തതാകയാൽ, വാക്കിൽ കൂടി ഇല്ല എന്നർത്ഥം, പരിശുദ്ധവും അതിനാൽ വിവേകികളായ സജ്ജനങ്ങൾ ഏതു കാലത്തും സ്വീകരിക്കുന്നതുമായ ആ മാർഗത്തെ നിന്ദിച്ച നിങ്ങൾ പാകണ്ഡമാർഗത്തെ, വേദവിരുദ്ധമായ തന്ത്രമാർഗത്തെ പ്രാപിക്കുവിൻ. അപ്പോൾ ഈ തന്ത്രമാർഗം എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രിമാർഗമായി. അവിടെയാണ് എനിക്ക് വിഷമം. പ്രധാനികൾ, സംസ്കൃത പണ്ഡിതന്മാരൊക്കെ ഇത് എടുത്ത് വലസനുണ്ട്. ഭാര്യേനെയും കൂട്ടി മക്കളേനെയും കൂട്ടി പാട്ടുപാടി കാശുണ്ടാക്കണ്ടേ. അപ്പോൾ തന്ത്രമാർഗത്തെ, വേദവിരുദ്ധമായ തന്ത്രമാർഗം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എന്താ ചെയ്യുക? എങ്ങനെയായാലും ഇത് ശ്രദ്ധിക്കണം. അറിവുള്ളവർ ഇതിൽ പെട്ടുപോകരുത്. മനസ്സിലായില്ലേ? അത് എത്ര പേജ് 45. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണത് ചോദിച്ചാൽ, പെട്ടെന്ന് ആരെങ്കിലും
ചോദിക്കുകയാണെങ്കിൽ പറയാം വേദവിരോധം അല്ലെങ്കിൽ ദേവവിരോധം. അത് ആ ദേവവിരോധം. അപ്പോൾ പറയണു, അതിൽ നിങ്ങൾ ഭൂതപ്രേതാദികളായ തമോ ഗുണപ്രധാനികളുടെ നാഥനായ കാലഭൈരവനെ ആരാധിക്കുവിൻ. ശ്രീരുദ്രന് യജ്ഞത്തിൽ ഭാഗാർഹതയില്ലാതെയാക്കപ്പെട്ട എന്നുള്ള ദക്ഷശാപം ശിവപ്രസാദത്താൽ നിർമ്മലാന്തക്കരണനായ ദക്ഷൻ തന്നെ പിന്നെ ശിവനെ പ്രസാദിപ്പിക്കുവാനായി നടത്തിയ യാഗത്തിൽ ശ്രീ ശിവനായി ഭാഗം നൽകിയതോടുകൂടെ ആ ശാപത്തിന് നിവൃത്തിയുണ്ടായെന്ന് താഴെ വിവരിക്കും. അങ്ങനെയാണ്. പക്ഷേ വേദവിരുദ്ധ കർമ്മങ്ങൾ നിരന്തരം ചെയ്താൽ എന്താ ചെയ്യുക? ദക്ഷൻ അറ്റ്ലീസ്റ്റ് രക്ഷപ്പെട്ടു. പക്ഷേ ആ പിൻഗാമികൾ രക്ഷപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും പഴയ രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഭൃഗുദത്തശാപമാകട്ടെ വേദവിരുദ്ധമായ തന്ത്രാരാധനകളെയും, ഈ തന്ത്രാരാധന വേദവിരുദ്ധമാണ് എന്നുള്ളത് പിന്നെയും പറയണു, വ്രതങ്ങളെയും അനുസരിക്കുന്ന ദ്വിജന്മാരെ ബാധിക്കുന്നതല്ലാതെ വേദോക്ത വിധിയെ അനുസരിച്ച് ശിവഭജനം ചെയ്യുന്നവർക്ക് സംബന്ധിക്കുന്നതല്ല. ശിവനെ ഈ കാലഭൈരവൻ എന്നുള്ള നിലയ്ക്ക് പാഖണ്ഡമതത്തെ മുൻനിർത്തിക്കൊണ്ട് സേവിക്കുന്നവർക്ക് ദോഷനിവൃത്തിയില്ല. എന്നാൽ ശിവനെ തന്നെ വേദമാർഗത്തിൽ അനുസന്ധാനം ചെയ്താലോ മോക്ഷാവുകയും ചെയ്തു. എത്ര പ്രിസൈസായിട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ ഉപദേശം കിട്ടി 95 കൂടി അത് കഴിഞ്ഞ് 30 വർഷത്തിലേക്ക് എത്താൻ പോവുകയാണ്. 25-5-30. അപ്പോൾ എന്നെ ഈ 29 വർഷത്തെ അത്യന്ത പരിശ്രമ ഫലം സ്ക്യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടാണ് ഭഗവാൻ മൂലം പ്രഭാഷണം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം. അപ്പോൾ 20-22 വയസ്സ് ആൾക്കാർ ഭാഗവതാചാര്യന്മാരാവുമ്പോൾ അതിൽ വരുന്ന ദോഷവശങ്ങൾ, കുറച്ച് പാടാനറിയാം, ഫ്ലൂട്ട് വായിക്കാനറിയാം, തബല വായിക്കാനറിയാം എന്നല്ലാണ്ട് ഇത്ര ഡീപ്പായിട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെയും ഈ അന്ധനെ നയിക്കുന്ന രീതിയിൽ ആയിത്തീരുക ചെയ്യുന്നത്. വേദത്തിൽ വിധിച്ചതിന് വിരോധമായിട്ട് ഭൂതദ്രോഹത്തിനായി, ഈ ഭൂതദ്രോഹം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ പകുതി വെന്ത ശരീരം തിന്നണമെന്നാണ് പറഞ്ഞത്. അത് ഉത്തമ മാർഗമല്ല, അധമ മാർഗമാണ്. അത് ഏത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞാലും ശരി. അപ്പോൾ വിരോധമായിട്ട് ഭൂതദ്രോഹത്തിനായി ഭൈരവാദി ഘോരമൂർത്തികളെ ഭജിക്കുന്നവർ എന്നും സംസാര സങ്കടങ്ങളെയും നരകക്ലേശങ്ങളെയും അനുഭവിക്കുവാനുള്ളവരാകയാൽ എന്നും there is no other way. ഇതുകൊണ്ടാണ് മാന്യ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആഖ്യാനം വായിക്കും പഠിക്കും. ആഖ്യാനം വായിക്കുക പഠിക്കുക, ആഖ്യാനം വായിക്കുക പഠിക്കുക 3 വട്ടം. നിങ്ങൾക്ക് പാട്ട് പാടാനറിയോ, ശ്രുതിമധുരമായിട്ട് ആലാപനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല ഇവിടുത്തെ പരീക്ഷ. ഇവിടുത്തെ പരീക്ഷ അറിഞ്ഞോ അറിയാതെ കൊണ്ടോ വേദവിരുദ്ധ മാർഗത്തിൽ പോവരുതെന്ന് നിങ്ങളെ അനുശാസിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഭൃഗുതത്വശാപത്തിന് നിവൃത്തിയില്ലെന്നും ധരിക്കണം. ബ്രഹ്മദണ്ഡം ദുരത്യയം, ബ്രാഹ്മശാപം അതിക്രമിക്കുവാൻ കഴിയാത്തത്. കാരണം ഭൃഗു മഹർഷി ആരാ? നല്ലവനാണ്. കാരണം ഭൃഗുവാണല്ലോ ഭഗവാന് ഒരു മാറിടത്തിൽ ഒരു മുദ്രയൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഉത്തമ ഗുണം. ഇവിടെ എങ്ങനെ വേദങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള കാര്യത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മദണ്ഡം ദുരത്യം, ബ്രാഹ്മശാപം അതിക്രമിക്കുവാൻ കഴിയാത്തതാണ് അവിടെ തന്നെ സ്പഷ്ടമായി പറഞ്ഞിട്ടുമുണ്ട്. ഈ സംഗതികൾ താഴെ സ്പഷ്ടമാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മൾ 29, 30, 31, 32 4 ശ്ലോകങ്ങളാണ് 29 മിനിറ്റിൽ പറഞ്ഞത്. പക്ഷേ
ആ 29 മിനിറ്റിലുള്ള വിവരങ്ങളുടെ അഗാധത എന്താണെന്ന് നിങ്ങൾ മനനം ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ രസാനുഭൂതി ഉണ്ടാവുള്ളൂ. ഞാൻ റിലീസ് ചെയ്യണു, കാരണം എന്നിൽ ഉള്ള ഈശ്വരപ്രീതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു മാത്രമായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കാരണം കല്യാണം കഴിയുക, വീട് വയ്ക്കുക, പരീക്ഷ പാസ്സാവുക, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് പൂർവ്വജന്മാന്തര സുഖദുഃഖങ്ങളുടെ ഫലമായിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. ഏവർക്കും നന്മ ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.